നമ്മുടെ മുംബൈ സിറ്റി കോച്ച് പീറ്റർ ക്രാറ്റ്കി പറഞ്ഞ ചില കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റും ഈ ഒരു വീഡിയോയിലുണ്ട്. എന്തായാലും അതൊക്കെ നമുക്കൊന്ന് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. 200 നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ്. എല്ലാവരും ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു കാര്യം നോക്കിയാൽ നിങ്ങളെല്ലാം കണ്ടെയാണ് ഇന്നലത്തെ ആ ഒരു ലുലുമാളിലെ ആ ഒരു പരിപാടിയുടെ സമയത്ത് ജോഷുവ സൊട്ടിയെ നമുക്ക് അവിടെ കാണാൻ സാധിച്ചില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, അതായത് ഈ ഒരു സീസണിൽ കളിക്കാൻ പോകുന്ന സ്ക്വാഡാണ് അവിടേക്ക് വരുന്നതെന്നാണ് പറഞ്ഞത്. സോ അതുകൊണ്ട് തന്നെ ജോഷുവ സൊട്ടീരി വന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതാണ്ടൊക്കെ ഉറപ്പിക്കാം അദ്ദേഹം എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൻ്റെ കൂടെ ഉണ്ടാകില്ല ഈ ഒരു സീസണിൽ. ആ ഒരു 6ാമത്തെ പ്ലെയർ എന്ന് പറയുന്നത് ക്വാമി പെപ്രെ തന്നെയായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ആണ്, അത് 100% ഉറപ്പാണ്. എന്തായാലും ജോഷുവ സൊട്ടീരി ഔട്ട്. മിക്കവാറും അദ്ദേഹം ചിലപ്പോൾ ഹൈദരാബാദ് FC-യിലേക്കൊക്കെ പോകാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇവിടെ തന്നെ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ആർക്കെങ്കിലും ഇഞ്ചുറി വരുമ്പോൾ പെട്ടെന്ന് ആദ്യത്തെ ഒരു റീപ്ലേസ്മെൻ്റ് ആയിട്ട് വെക്കാമെന്ന രീതിയിൽ ടീമിൻ്റെ കൂടെ നിർത്താനായിരിക്കും ചിലപ്പോൾ മാനേജ്മെൻറ്റ് തീരുമാനം എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എന്തായാലും നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടു തന്നെ അറിയാം. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് പീറ്റർ ക്രാറ്റ്കി പറഞ്ഞ ചില കാര്യങ്ങളാണ്. പീറ്റർ ക്രാറ്റ്കി ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇപ്പോൾ ഞാൻ പറയാം, മുംബൈ സിറ്റി FC പരിശീലകനാണ് അദ്ദേഹം. എന്തായാലും അദ്ദേഹത്തിനോട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ കുറിച്ച് ചോദിച്ചു. അവന് ഭയങ്കര ടഫല്ലേ ഇപ്രാവശ്യം അവരെ തോൽപ്പിക്കാനെന്നൊക്കെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ A ലീഗിൽ പരിശീലിപ്പിച്ചൊരു കോച്ചാണ്. അവിടെ കളിച്ച പ്ലേയേഴ്സാണ് ജേസൺ കമ്മിങ്സ്, ജാമി മക്ലാരൻ, അതുപോലെ തന്നെ പെട്രറ്റോസ് തുടങ്ങിയ പ്ലേയേഴ്സ്. അതുകൊണ്ട് തന്നെ അവരെ തനിക്ക് കൂടുതലായിട്ട് അറിയാം. അതുപോലെ തന്നെ ഗ്രെഗ് സ്റ്റുവർട്ട് അദ്ദേഹത്തിൻ്റെ കീഴിൽ കളിച്ചൊരു പ്ലെയറാണ് മുംബൈ സിറ്റി FC-യിൽ. അതുകൊണ്ട് അദ്ദേഹത്തിന് തനിക്ക് അറിയാം, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളും തനിക്കറിയാമെന്ന് പീറ്റർ ക്രാറ്റ്കി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര പേടിയില്ല മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ നേരിടുന്നത്. കാരണം അവരുടെ പ്ലേയേഴ്സിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നൊരു വ്യക്തിയാണ് ഞാൻ. സോ പ്രശ്നമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പീറ്റർ ക്രാറ്റ്കി പറഞ്ഞിരിക്കുന്നത്. സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. പീറ്റർ ക്രാറ്റ്കി ഓൾവേസ് ഒരു എന്താ പറയുക, ഭയങ്കര ധൈര്യമുള്ളൊരു പരിശീലകനാണ്. അതുപോലെ തന്നെ ഇടയ്ക്ക് വെച്ച് വന്ന് ടീമിനെ ട്രോഫി അടിപ്പിച്ചൊരു പരിശീലകനാണ്. ഭയങ്കര ഹൈലി പൊട്ടൻഷ്യലായിട്ടുള്ള പരിശീലകനാണ്. ഇന്ത്യൻ പ്ലേയേഴ്സിനെ വെച്ച് നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്നൊരു പരിശീലകനാണ്. സോ ഫ്യൂച്ചറിൽ ഒരു ഇന്ത്യൻ കോച്ച് ആകാൻ സാധ്യതയുള്ളൊരു പരിശീലകൻ കൂടിയാണ്. സോ എന്തായാലും പീറ്റർ ക്രാറ്റ്കി ഈ പറയുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത വീൽ കാണുന്നവരെ ഗുഡ് ബൈ.